സോ ഇൻവെസ്റ്റിങ്ങിൽ ഒരു പ്രോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ആവാൻ എന്ത് ചെയ്യണം എന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ജസ്റ്റ് ചിൽ, എല്ലാം ഇവിടെയുണ്ട്, നോ ഡ്രാമ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഇൻവെസ്റ്റിംഗ് ജേണി അതെങ്ങനെ തുടങ്ങണം എന്ന് 2025 ഒരു സ്പെഷ്യൽ ഗൈഡ് പോലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ അവരുടെ ഇൻവെസ്റ്റിംഗ് ജേണി 2025 കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നൗ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇൻവെസ്റ്റിംഗിൽ നമുക്ക് എല്ലാവർക്കും പ്രോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായി മാറണം. ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അല്ല. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരുന്ന ഒരാൾ മാത്രമാണ് ഞാൻ. സോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രോപ്പർ റിസർച്ച് വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമുക്കിപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഒരു ഇൻവെസ്റ്റിംഗിൽ ഒരു പ്രോ ആയി മാറണമെങ്കിൽ നമുക്ക് ഈ ഫുൾ പ്രോസസ്സിനെ 3 സ്റ്റെപ്പായിട്ട് തിരിക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1, ആബ്സെൻ്റ് ആവുന്ന പരിപാടി ഫുള്ളായിട്ട് നിർത്തുക. അപ്പോൾ സ്കൂളിലും കോളേജിലും ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ആബ്സെൻ്റ് ആവാം. കൂടിപ്പോയാൽ നമ്മുടെ ജോലി നഷ്ടമാവുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇൻവെസ്റ്റിംഗിൽ ആബ്സെൻ്റ് ആവരുത്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു SIP തുടങ്ങിയാൽ, അതല്ലെങ്കിൽ എല്ലാ മാസവും നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് മാത്രം എടുത്ത് തലയിൽ വയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോകാനും ശ്രമിക്കുക. ഒരു കാരണവശാലും നിർത്തരുത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്താതിരിക്കാനായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 2 സിമ്പിൾ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാലറി വരുന്ന ദിവസം തന്നെ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ആയി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഏതാണോ അതിലേക്ക് പോകുന്നത് പോലെ. മിക്കവാറുള്ള എല്ലാ ബാങ്കുകളിലും ഈ ഓട്ടോ ട്രാൻസ്ഫർ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻ കേസ് ഈ ഒരു മാസം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഇൻവെസ്റ്റിംഗിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒട്ടും പൈസ ഇല്ല എന്ന് കരുതുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സാലറി കിട്ടിയാൽ ഫസ്റ്റ് കാര്യം തന്നെ ഇൻവെസ്റ്റിംഗിലേക്ക് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് നമുക്കൊരു കേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാസം എനിക്ക് ഇൻവെസ്റ്റിംഗിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ എൻ്റെ ഒട്ടും പൈസ ഇല്ല എന്ന് കരുതുക. പക്ഷേ ഞാൻ എല്ലാ മാസവും 2000 രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ മാസം എൻ്റെ കയ്യിൽ തീരെ പൈസ ഇല്ലെങ്കിൽ ഞാൻ ഒരു 200-300 രൂപയെങ്കിലും ഞാൻ നോർമലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും സീറോ ആക്കരുത്. ട്രസ്റ്റ് മീ, നിങ്ങൾ ഒരു തവണ സീറോ ആക്കിയാൽ പിന്നീട് വീണ്ടും വരുന്ന മാസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും ആവശ്യങ്ങൾ വരും, വീണ്ടും അത് സീറോ ആക്കും. അതങ്ങനെ ഒരു മെഗാ സീരിയൽ പോലെ തുടരും. നമ്മൾ ഇൻവെസ്റ്റിംഗ് ഡിസിപ്ലിൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ശീലമായിട്ട് മാറാൻ പോകുന്നത്. ഇനി സ്റ്റെപ്പ് 2. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ബിഗിനർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ ഹയർ ലെവൽ അല്ലെങ്കിൽ പ്രോ ഇൻവെസ്റ്റിംഗ് ജേർണിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ റിസ്ക് എല്ലാം കൂടെ എടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ പൈസയും കൂടെ കൊണ്ടിടുന്നതല്ല ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോസസ്സ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ടോട്ടൽ പൈസയിൽ കുറച്ച് ഭാഗം നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ് ആയിട്ടുള്ള, നിങ്ങൾ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ FDയിലോ ഗോൾഡിലോ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിലോ ബോണ്ടിലോ ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിന്റെ ഒരു ചെറിയ പോർഷൻ നമ്മൾ കുറച്ചും കൂടെ റിസ്ക് ഉള്ള കാര്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് തുടങ്ങണം. അതായത് അതിന്റെ ചെറിയൊരു പോർഷൻ എങ്കിലും നല്ല രീതിയിൽ ഗ്രോത്ത് തരുന്ന ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അതിനു മുമ്പേ ഒരു സിമ്പിൾ ചോദ്യം, ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെയെങ്കിലും മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം, എന്താണ് ഈ ഗ്രോത്ത് തരുന്ന ഇൻസ്ട്രുമെന്റ്സ്? അപ്പോൾ ഇത്രയും കാലം എല്ലാ വീഡിയോയിലും മോശം ഗ്രോത്ത് തരുന്ന ഇൻവെസ്റ്റ്മെന്റും ഇൻസ്ട്രുമെന്റ്സും ഒക്കെയാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊരു ചോദ്യം വന്നേക്കാം. ഈ നല്ല ഗ്രോത്ത് തരുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് വളരെ റിലേറ്റീവ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് 7% ആനുവൽ റിട്ടേൺസ് കിട്ടുന്നത് വലിയ മോശമില്ലാത്ത റിട്ടേൺസ് ആണെന്ന് അവർക്ക് തോന്നിയേക്കാം. പക്ഷേ വേറൊരാൾക്ക് 7% റിട്ടേൺസ് വളരെ വളരെ മോശമായിട്ടും തോന്നിയേക്കാം. അപ്പോൾ ഇത് വളരെ റിലേറ്റീവ് ആണ്. പക്ഷേ നമുക്ക് നല്ലതാണെന്ന് തോന്നിയാലും മോശമാണെന്ന് തോന്നിയാലും ടെക്നിക്കലി ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് ഗ്രോത്ത് തരുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറയണമെങ്കിൽ അതിന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 12% റിട്ടേൺസ് കിട്ടും, അല്ലെങ്കിൽ 15% റിട്ടേൺസ് കിട്ടും. പക്ഷേ നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ 6% അല്ലെങ്കിൽ 7% അല്ലെങ്കിൽ മാക്സിമം 9% ഒക്കെ റിട്ടേൺസ് മാത്രമേ നമുക്ക് കിട്ടൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ പറയുന്ന പെർസെൻറ്റേജ് ഒക്കെ ഹൈ ഗ്രോത്ത് ആണോ ലോ ഗ്രോത്ത് ആണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടേം ഉണ്ട്, അതാണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ഞാൻ എൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ ഈ റിസ്ക് ഫ്രീ റിട്ടേണിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം നിങ്ങൾക്ക് ഇത് ഭാവിയിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറയുവാണ്, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 10% റിട്ടേൺസ് കിട്ടിയെന്ന്. ഈ 10%-ന് 2 പോർഷൻസ് ഉണ്ട്. റിസ്ക് ഫ്രീ റേറ്റും ഉണ്ട്, റിസ്ക് പ്രീമിയവും ഉണ്ട്. അതായത് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് റിസ്ക് പ്രീമിയം ഈസ് ഈക്വൽ ടു ടോട്ടൽ റിട്ടേൺസ്. എനിക്ക് കിട്ടിയ ടോട്ടൽ റിട്ടേൺസിനെ 2 പോർഷൻസ് ഉള്ളതിൽ ഒരു പോർഷനാണ് ഈ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോർഷനാണ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റിസ്ക് ഫ്രീ റേറ്റ്? റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറഞ്ഞാൽ
റിസ്ക് ഫ്രീ, റിസ്ക് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ്. അതിന് ഞാൻ പ്രത്യേകിച്ച് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ഈ നാട്ടിലുള്ള എന്ത് കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് ആണത്. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിഫോൾട്ട് റിസ്ക് ഉള്ള ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസിൽ, അതായത് ഗവൺമെന്റ് ബോൺസിലോ T-ബിൽസിലോ ഒക്കെ കൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന റിട്ടേൺസ്, അതാണ് റിസ്ക് ഫ്രീ റിട്ടേൺസ്. കാരണം അത് റിസ്ക് ഫ്രീ ആണ്, ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ആണ് അത്. ഇനി റിസ്ക് പ്രീമിയം, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതിന്, അത്രയും റിസ്ക് ഉള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ റിട്ടേൺസ് ആണ് ഈ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസ്ക്കും എടുക്കാതെ തീരെ റിസ്ക് ഇല്ലാത്ത ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസ്ക് ഫ്രീ റിട്ടേണും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ റിസ്ക് എടുത്തതിന് എനിക്ക് കിട്ടിയ റിസ്ക് പ്രീമിയോടെ ചേർക്കുമ്പോഴാണ് എനിക്ക് ടോട്ടൽ 10% റിട്ടേൺസ് സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10% റിട്ടേൺസ് ആണ് കിട്ടിയതെന്ന് കരുതുക. ഞാനിപ്പോൾ ഒന്ന് നെറ്റ് തപ്പി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 10 ഇയർ ഗവൺമെന്റിന്റെ ബോണ്ടിനൊക്കെ കിട്ടുന്ന റിട്ടേൺസ് 6.79% ആണ്. സോ ഈ 10%ൽ നിന്നും 6.79% പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 3.21% ആണ് എൻ്റെ റിസ്ക് പ്രീമിയം. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് വിട്ടുകള എന്നായിരുന്നു ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പം നിങ്ങൾ വിട്ട് കളയണ്ട, നിങ്ങൾ ഒന്നുകൂടെ പോയി ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ കേട്ട് കഴിയാൻ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റിങ്ങിൽ പ്രോ ആവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഒന്നുകൂടെ ഒന്ന് കേട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ മനസ്സിലാവാത്തവർ അതൊന്നുകൂടെ പോയി കേൾക്കുക. അപ്പോൾ മൂവിങ് ഫോർവേഡ്, ഇനി അടിപൊളി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ പറയാം. ഈ റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്ന സാധനം വരുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമി വളരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട്, അതല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ റിസ്ക് ഫ്രീ റേറ്റ് അല്ലെങ്കിൽ റിസ്ക് ഫ്രീ റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗവൺമെന്റ് ബോൺസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 6 to 7% ഒക്കെ റിട്ടേൺസ് കിട്ടുമല്ലോ. പക്ഷേ ഞാനിപ്പോൾ അർജന്റീനയിൽ പോയി അവിടുത്തെ ഗവൺമെന്റ് ബോൺസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 90% റിട്ടേൺസ് കിട്ടും. അതിൻ്റെ കാരണം ആ നാട്ടിലെ ഇൻഫ്ലേഷനും ഏകദേശം 90% അതിന് മുകളിലോ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ അത് കഷ്ടിച്ച് നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര മാത്രമേ ഉള്ളൂ. മോസ്റ്റ് കേസസിലും ഇത് ഇൻഫ്ലേഷനെ പോലും ബീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും കഥാപ്രസംഗം ഇവിടെ നടത്തിയതിൻ്റെ കാരണം നമ്മൾ ഈ റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന റിട്ടേൺസ് കൊണ്ട് നിങ്ങളത് എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്താലും, ഏത് രാജ്യത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്താലും, എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്താലും, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസ് അത് ഇൻഫ്ലേഷനെ ബെയർലി ബീറ്റ് ചെയ്യുമായിരിക്കും, അതല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആരോടെങ്കിലും ഈ ഇൻവെസ്റ്റിങ്ങിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ എന്തിനാണ് കുറച്ചൊക്കെ റിസ്ക് ഉള്ള ഇൻസ്ട്രുമെന്റ്സിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവരപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറയും അത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനാണ്. നമ്മളത് സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വെച്ചാലോ അല്ലെങ്കിൽ നമ്മളവിടെ ഇട്ട് വെച്ചാലോ ഇൻഫ്ലേഷൻ നമ്മുടെ പൈസ മുഴുവൻ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് ഒരിക്കലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ അത് പറയുമ്പോഴും നമുക്കിതിൻ്റെ ടെക്നിക്കലി ഇതിൻ്റെ അർത്ഥം നമുക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം അതിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി നിങ്ങൾക്കായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സ്റ്റെപ്പ് 2 ഈസ് വെരി സിമ്പിൾ. കൂടുതൽ റിസ്ക് എടുക്കാൻ ശ്രമിക്കുക. നമ്മളെ പോലെയുള്ളവർക്ക്, അതായത് സാധാരണ മിഡിൽ ക്ലാസ്സിലുള്ള നമ്മളെ പോലെയുള്ള ആളുകൾക്ക്, നമ്മളൊക്കെ എത്രത്തോളം ഈ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അത്രത്തോളം കാലം നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്റ്റേറ്റിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഗവൺമെന്റ് പറയുന്ന ഈ ഒഫീഷ്യൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈ 6 to 7% ഒക്കെ ആയിരിക്കാം. പക്ഷെ നമുക്ക് തന്നെ അറിയാം ചില സെക്ടറിൽ, അതായത് എഡ്യൂക്കേഷൻ സെക്ടറോ അതല്ലെങ്കിൽ മെഡിക്കൽ സെക്ടറോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ ഇൻഫ്ലേഷൻ 10%-നൊക്കെ മുകളിലാണ്. ഇത് ഞാൻ തന്നെ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഈ 6 to 7% ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ടെക്നിക്കലി പറയുന്ന ഇൻഫ്ലേഷൻ മാത്രമാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഫേസ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ ഇതൊന്നുമല്ല. സോ നമുക്കെല്ലാവർക്കും റിസ്ക് എടുക്കാൻ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, റിസ്ക് എടുക്കാൻ ആദ്യമൊക്കെ കുറച്ച് നെഞ്ചുവേദന ഉണ്ടെങ്കിലും അത് സാരമില്ല, എടുക്കുക, മുമ്പോട്ട് പോവുക, എല്ലാം ഓക്കെ ആവും. ഇനി സ്റ്റെപ്പ് 3, അടുത്തത് നമ്മുടെ വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഡു നോട്ട് ഇൻവെസ്റ്റ് ഇൻ തിങ്സ് ദാറ്റ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്ത് തല വെക്കരുത് എന്നാണ് വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണ്, കുറേയൊക്കെ ഇത് ശരിയാണ്. ബട്ട് ഞാൻ പലപ്പോഴും പല ആളുകളും ഇത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ എടുത്ത് അലക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാനൊരു സെനാരിയോ പറയാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, FD എന്താണ്, ചിട്ടി എന്താണ്, ഇതൊന്നും എനിക്ക് എൻ്റെ 15ാമത്തെ വയസ്സിൽ അറിയില്ലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഒന്നും ഒരിക്കലും അറിയാനും ശ്രമിച്ചിട്ടില്ല എന്ന് വെക്കുക. എന്നിട്ട് ആരെങ്കിലും ഒക്കെ എൻ്റെ അടുത്ത്, എൻ്റെ 20ാമത്തെ വയസ്സിലോ 25ാമത്തെ വയസ്സിലോ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, എടാ എന്താണ് നിൻ്റെ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ചാടി കയറി വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് ഇൻവെസ്റ്റ് ഇൻ തിങ്സ് ദാറ്റ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്നും അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വാറൻ ബഫറ്റ് പറഞ്ഞത് ഡു നോട്ട് ഇൻവെസ്റ്റ് ഇൻ തിങ്സ് ദാറ്റ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നാണ്. അതല്ലാതെ
തിങ്സ് യു ഡു നോട്ട് നോ എന്നല്ല. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പോയി പഠിക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, ആ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിന്നതിന് ശേഷം ഇടയ്ക്ക് പോയി ഒന്നുകൂടെ അതിനെപ്പറ്റി ഒന്ന് അറിയാൻ ശ്രമിച്ചിട്ട് വീണ്ടും നമുക്ക് സെൻസ് ഉണ്ടാകുന്നില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക്, വലിയ ഇൻവെസ്റ്റേഴ്സിന് പോലും അത് ഒട്ടും സെൻസ് ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അത് ടോട്ടലി ഓക്കെയാണ്. അത് അവർ പഠിക്കാൻ ശ്രമിക്കുന്നു, അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് അവർക്ക് മനസ്സിലാവാതാകുമ്പോൾ അവർ മാറി നിൽക്കുകയാണ്. അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ക്രിപ്റ്റോ ആയാലും റീറ്റ്സ് ആയാലും എന്തായാലും നിങ്ങൾക്കത് സെൻസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവിടുന്ന് മാറിക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്ന ഇൻവെസ്റ്റിങ്ങിൽ പ്രോ ആവാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് മുമ്പോട്ട് വെക്കുന്ന 3 സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത് ആബ്സെൻ്റ് ആവുന്ന പരിപാടി നിർത്തുക. രണ്ടാമത് ബിഗിനർ ആയിരുന്നപ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്, ഇനി കുറച്ചൊക്കെ റിസ്ക് മുമ്പോട്ട് എടുക്കുക. ഇനി മൂന്നാമത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, നമുക്ക് മനസ്സിലാവാത്ത കാര്യം വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രോ ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് തുടങ്ങാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി. ഈ ജേണി, അതായത് ഇൻവെസ്റ്റിങ്ങിൽ പ്രോ ആവുന്ന ഈ ഒരു ജേണി നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും. കൂടുതൽ വീഡിയോസ് ഞാൻ ഇതിനെ ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബിഗിനർ വീഡിയോസ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ പ്ലേലിസ്റ്റ് മുഴുവൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോയും കാണുക, എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റിംഗ് തുടങ്ങുക. നമുക്ക് ഇൻവെസ്റ്റിങ്ങിൽ പ്രോ ആവാനുള്ളതാണ്.